വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ്. സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ സൂചനകൾ തന്നിരിക്കുന്നത്? ONV കുറുപ്പ് 1931 മെയ് 27 ജനനം, കൊല്ലം ജില്ലയിലെ ചവറയിൽ കോളേജ് അധ്യാപകൻ, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, നീലക്കണ്ണുകൾ, മയിൽ പീലി, അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, ഉജ്ജയിനി, തോന്നിയ അക്ഷരങ്ങൾ തുടങ്ങി കൃതികൾ ചലച്ചിത്ര ഗാനങ്ങളും നാടക ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ 2016 ഫെബ്രുവരി 16 അന്തരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാവുന്നേ? ആദ്യം തന്നെ ആളുടെ പേര് ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ആരാണ്? ONV കുറുപ്പ്. എന്നിട്ട് എങ്ങനെ എഴുതുന്നത്? 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിലാണ് ONV കുറുപ്പ് ജനിച്ചത്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. മലയാള കവിതകൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങി ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, നീലക്കണ്ണുകൾ, മയിൽ പീലി, അക്ഷരം, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, തോന്നിയ അക്ഷരങ്ങൾ എന്നിവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. ഒട്ടേറെ നാടക ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 16 അന്തരിച്ചു. അപ്പം ഇത്രയും പറഞ്ഞ് അതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല ഭംഗിയിൽ ആശയപരമായി നല്ല ആശയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ONV കുറിപ്പിന് എപ്പോഴും ആരുടെയാണോ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതുന്നത് അവരുടെ പേര് ഹെഡിങ് പോലെ കൊടുത്തിരിക്കണം. അടുത്തത് പ്രവർത്തനം 2, പഴഞ്ചൊൽ വ്യാഖ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് നോക്കൂ, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ചെയ്ത ജോലി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. മുമ്പോട്ട് വച്ചക്കാൽ പിന്നോട്ടില്ല എന്നർത്ഥം. അതായത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കും. ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് പിന്തിരിയില്ല, പൂർത്തിയാക്കുക തന്നെ ചെയ്യും. മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടില്ല എന്ന ആശയമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ, ഒരുമ തന്നെ പെരുമ. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയാറില്ലേ? അതുപോലെ ഒത്തുചേരൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും. ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് ജോലിയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഒരുമിച്ച് നിന്നാലാണ് പെരുമ ഉണ്ടാവുക. അപ്പൊ അതാണ്. മൂന്നാമത്തെ, നിത്യാഭ്യാസി ആനയെ എടുക്കും. നിത്യാഭ്യാസി ആനയെ എടുക്കുക, അതായത് സ്ഥിരമായി ചെയ്താൽ നമ്മൾ ട്രെയിനിങ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ പറയില്ലേ? അപ്പം നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞാൽ നിത്യവും ശ്രമിച്ചാൽ ഏത് പ്രയാസമേറിയ ജോലിയും നിസ്സാരമായി പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ പറയില്ലേ, എന്നും പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ നമുക്ക് എന്താണ് ഭാരം കുറയും അല്ലേ? എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് അധികം പഠിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എന്നും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിത്യവും ശ്രമിച്ചാൽ നമ്മുടെ ഏത് ജോലിയും, ഭാരമുള്ള ഏത് ജോലിയും നമുക്ക് നിസ്സാരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നാണ്. ഇതൊക്കെ ഇങ്ങനെ പഴഞ്ചൊല്ലുകളുടെ ആശയങ്ങൾ എഴുതാൻ പറഞ്ഞ്, പൊരുൾ എഴുതാൻ പറഞ്ഞ് തരാം. ബി ക്വസ്റ്റ്യൻ, ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത എഴുതിയതാര്? ആരാ എഴുതിയത്? ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സുഗതകുമാരി, ONV, ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ഒന്നല്ലൊരു കോടി എന്ന കവിത എഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. പ്രവർത്തനം 3 നോക്കൂ, വായിക്കാം എഴുതാം. പൂന്തോട്ടം. ഓരോ മലരും വിരിഞ്ഞു നിന്നു, ശലഭങ്ങളെല്ലാം പറന്നു വന്നു. ചെമ്പകം, പൂമുല്ല, ചെടിച്ചെടികളും ചിട്ടിച്ചെടികളും തെച്ചിയും പിച്ചിയും പൂത്തുലഞ്ഞു.
വണ്ടുകൾ ആനന്ദപ്പാട്ടും പാടി ചെമ്പകപ്പൂവിലിരുന്നു കൊണ്ട് പൂത്തുമ്പി പാറി പാറി പറന്നു വന്നു. പൂന്തേൻ കുടിച്ചു രസിച്ചു നിന്നു. കാർതെന്നൽ അങ്ങിങ്ങു വീശിയപ്പോൾ പൂവുകൾ ആനന്ദ നൃത്തമാടി. പക്ഷികൾ ആഹ്ലാദിപ്പാട്ടുപാടി. മയിലുകൾ സന്തോഷ നൃത്തമാടി. കുട്ടികൾ പാടിക്കളിച്ചിടുന്ന പൂന്തോട്ടം എന്തൊരു ഭംഗിയാണ്. ഗോവിന്ദ് ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. ഈ കവിത വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലൊരു പാരഗ്രാഫോ എന്തെങ്കിലും തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവിത തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ മക്കളെ. അപ്പൊ അതിനുള്ള ഉത്തരം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. നോക്കൂ, എവിടെയാണ് മലരുകൾ വിരിഞ്ഞു നിന്നത്? മലരുകൾ എവിടെ വിരിഞ്ഞു നിന്നത്? ഇതിൽ പറയുന്നുണ്ട്, ഓരോ മലരും വിരിഞ്ഞു നിന്നു, ശലഭങ്ങളെല്ലാം പറന്നു വന്നു, ചെമ്പകം പൂമുല്ല ചെട്ടിച്ചെടികളും തെച്ചിയും പിച്ചിയും പൂത്തുലഞ്ഞു. അപ്പൊ ഇതൊക്കെ ഉള്ള സ്ഥലം ഏതാണ്? ആകാശത്താണോ? അല്ല. പൂന്തോട്ടത്തിലാണോ കാട്ടിലാണോ? എവിടെയാണ്? പൂന്തോട്ടത്തിൽ. അല്ലേ? പൂക്കളുള്ളത് എവിടെയാണ്? പൂന്തോട്ടത്തിൽ. ആരാണ് ആനന്ദപ്പാട്ട് പാടിയത്? ആനന്ദപ്പാട്ട് പാടിയത് ആരാണ്? ഇതിൽ ആ വാക്ക് തന്നെ ഉണ്ട്, ആനന്ദപ്പാട്ട് പാടിയെന്ന്. വണ്ടുകൾ ആനന്ദപ്പാട്ടും പാടി. അപ്പൊ ആരാണ്? വണ്ടുകൾ. പൂത്തുമ്പിയാണോ? പൂവുകളാണോ? ഇല്ല. നമുക്ക് നമ്മുടെ കവിതയിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ എടുത്ത് എഴുതാം. എപ്പോഴാണ് പൂവുകൾ ആനന്ദ നൃത്തമാടിയത്? എപ്പോഴാണ് പൂവുകൾ ആനന്ദ നൃത്തമാടിയത്? കാർത്തെന്നിലങ്ങിങ്ങു വീശിയപ്പോൾ പൂവുകൾ ആനന്ദ നൃത്തമാടി. കാർത്തെന്നൽ അങ്ങിങ്ങു വീശിയപ്പോൾ. എപ്പോഴാണ് മക്കളെ? കാർത്തെന്നൽ അങ്ങിങ്ങു വീശിയപ്പോൾ. അതായത് പൂന്തേൻ കുടിച്ചപ്പോഴാണോ? മലർ വിരിഞ്ഞപ്പോഴാണോ? അല്ല, കാർത്തെന്നൽ അങ്ങിങ്ങ് വീശിയപ്പോൾ. അതാണ് ശരിയായ ഉത്തരം. കാർത്തന്നലങ്ങിങ്ങ് വീശിയപ്പോൾ. ഇനി നാലാമത്തെ നോക്കൂ. കുട്ടികൾ പാടിക്കളിച്ചിടുമ്പോൾ എന്ത് മാറ്റമാണ് പൂന്തോട്ടത്തിനുണ്ടായത്? ഭംഗി കൂടുന്നു, മാറ്റമുണ്ടാകുന്നില്ല, സന്തോഷമുണ്ടാകുന്നു. എന്താണ്? കുട്ടികൾ ഓടിക്കളിച്ചപ്പോൾ ഭംഗി കൂടി, ഇല്ലേ? പൂമ്പാറ്റയ്ക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? പൂമ്പാറ്റയ്ക്ക് പകരം ഏതാണ്? നമ്മൾ പൂമ്പാറ്റേനെ വേറൊരു പേര് പറയും, ചിത്രശലഭം എന്നൊക്കെ, അല്ലേ? അപ്പൊ ശലഭങ്ങളെല്ലാം പറന്നു വന്നു. അപ്പം നമ്മള് പൂത്തുമ്പിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? അല്ലെങ്കിൽ പൂമ്പാറ്റയ്ക്ക് പകരം പൂത്തുമ്പിക്കല്ല, പൂമ്പാറ്റയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ശലഭങ്ങൾ. ചിത്രശലഭം നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതാണ് അപ്പൊ ശരിയായ ഉത്തരം. നാലാമത്തെ പ്രവർത്തനം നോക്കൂ. വിശകലന കുറിപ്പ് എഴുതാനാണ്. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാതെ തുമ്പപ്പൂവേ. മുകളിൽ നൽകിയ ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഏത് കവിതയിലെയാണ്? ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിതയിലെ ഈ മുകളിൽ പറഞ്ഞ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിതയിൽ എന്താ പറയണേ? കേരളത്തിന്റെ വെള്ളപ്പൊക്ക കാലത്തെ അനുഭവങ്ങൾ ചേർത്ത് ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ രചിച്ച കവിതയാണ് എന്ത്? ഒന്നല്ലൊരു കൂടി മാവേലിമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതയിലെ ആശയം എന്താണെന്ന് ആദ്യം എഴുതണം. ആയിരം ആയിരം മാവേലിമാർ കേരളത്തിൽ ജന്മം കൊണ്ട മനോഹരമായ കാര്യമാണ് കവി നമ്മോട് പറയുന്നത്. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കേരളം ഒന്നാകെ മുന്നോട്ട് വന്ന കാര്യം കവി എടുത്ത് പറയുന്നു. ഈ പ്രളയ ദുരിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ ചിലരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പല ജീവജാലങ്ങളുടെയും ജീവൻ പ്രളയമെടുത്തു. ഈ സമയത്ത് ചിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണ് ആ ദുഃഖ സമയത്തെക്കുറിച്ച് കവി പറയുന്നത്. അപ്പൊ തിരുവോണം വരുന്ന നേരമാണ്. പൂക്കളായ കാക്കപ്പൂവും തുമ്പപ്പൂവും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ നേരത്ത് തിരുവോണം ആഘോഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നും പറയുന്നു. പ്രളയം ദുരിതം വിധിച്ച ഓണക്കാലത്ത് മലയാളികളെല്ലാം മറന്ന് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അവരെ ദുരിതത്തിൽ നിന്നും കരക്കയറ്റുന്ന പ്രവർത്തനം നടന്നതിനാൽ പലരും പൂക്കളങ്ങൾ ഇടാൻ മറന്നുപോയിരുന്നു. അതുകൊണ്ടാണ് ഓണപ്പൂക്കളോട് കവി ക്ഷമ ചോദിക്കുന്നത്. അപ്പൊ ഓണക്കാലത്തായിരുന്നു പ്രളയം ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓണമൊന്നും ആഘോഷിച്ചില്ല. അപ്പൊ അങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്തതിന്, ഓണപ്പൂക്കൾ ഇടാൻ പറ്റാത്തതിനൊക്കെ ഓണപ്പൂക്കളോട് ക്ഷമ ചോദിക്കുകയും ആ സമയത്ത് ഒരു ഒത്തൊരുമയും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പ്രവർത്തനം 5.
കത്തെഴുതാനാണ് പറയുന്നത്. എരുതിയിലുയിരോടെ എന്ന കഥയിൽ കടുത്ത വേദനയോടെ നിലത്ത് വീണ സൈക്കയെ കുളിർജലം തളിച്ചു ഉണർത്തിയ കഥ എല്ലാവരും വായിച്ചല്ലോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ കഥയെക്കുറിച്ച് ഒരു കത്ത് തയ്യാറാക്കുക. നിങ്ങൾ പഠിച്ച നിങ്ങളുടെ എരുതിയിൽ ഉയിരോടെ എന്ന സൈക്കയുടെ അതിലെ കഥാപാത്രമാണ് സൈക്ക അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആ വായിച്ച കഥയെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കത്തെഴുതാൻ. അപ്പോൾ നമ്മൾ കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതി എഴുതുക. പ്രിയപ്പെട്ടവനെ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതുക. എന്നിട്ട് എന്താണ് ആ കഥയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്, കേട്ടത്, പഠിച്ചത്, അറിഞ്ഞത്, ആരുടെ കഥയാണിത്, എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തി ആ കഥ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. അതിൻ്റെ മോഡൽ ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ മലയാളം പുസ്തകത്തിൽ ഫാദർ സെഡ് എം മുഴൂർ പുനരാഖ്യാനം നടത്തിയ ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിലെ എരുതിയിലുയിരോടെ എന്ന കഥ പഠിക്കാനുണ്ട്. ഗ്രീക്ക് പുരാണ കഥ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആ കഥയെക്കുറിച്ച് നിന്നോട് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അത്ര എഴുത്. എന്നിട്ട് എന്താ പറയുക? സൈക്കയാണ് കഥയിലെ നായിക. അവൾക്ക് ആരുമില്ല. ഈ സങ്കടം ഈറോസ് ദേവനെ അറിയിക്കണം. ഈറോസ് ദേവൻ അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്താണ്. ഈറോസ് വിളക്കിലെ എണ്ണ വീണതിനാൽ തോൾ പൊള്ളി വേദനിച്ച് കിടക്കുകയാണ് എന്ന് ഡിമിറ്റർ ദേവത അറിയിച്ചു. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അഫ്രോഡിറ്റി ദേവതയെ പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സൈക്കെ അഫ്രോഡിറ്റി ദേവിയോട് മാപ്പപേക്ഷിച്ചു. ദേവി അവളോട് ധാന്യക്കൂമ്പാരത്തിലെ നെല്ലും ഗോതമ്പും അമരപ്പയറും സന്ധ്യയ്ക്ക് മുമ്പ് വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുമെന്നും അറിയിച്ചു. ഇനി ഈ ജോലി ചെയ്തു തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞു. ഒരു കൂട്ടം ഉറുമ്പുകൾ അവളെ സഹായിച്ചു. അവർ അവളുടെ ജോലി ചെയ്തു തീർത്തു. പണി തീർത്തത് കണ്ട് ദേവി വിസ്മയിച്ചു. അവൾക്ക് അടുത്ത പണി നൽകി. മലമടക്കുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന മഞ്ഞുകട്ട പോലെ തണുത്തുറന്ന ജലം പളങ്കുപാത്രത്തിൽ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങൾ നിറഞ്ഞ വലിയ മലമുകളിലേക്ക് പോകാൻ അവൾക്കായില്ല. അവളുടെ ദൈന്യം കണ്ട കഴുകൻ അവളെ സഹായിച്ചു. ഇത് കൊണ്ടു കൊടുത്തിട്ടും ദേവി അവളോട് കോപിക്കുകയും ശകാരിക്കുകയുമാണ് ചെയ്തത്. അവൾ ബോധം കെട്ട് നിലത്ത് വീണു. സംഭവങ്ങളെല്ലാം അറിഞ്ഞ ഈറോസ് ദേവൻ പാത്രത്തിലെ കുളിർജലം തളിച്ച് സൈക്കയെ ഉണർത്തി. ഈറോസ് ദേവന്റെ ദർശനത്തിൽ അവൾ ദുഃഖമെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നടന്നുപോയി. ഇതാണ് ആ മനോഹരമായ കഥ. പുതിയ പുസ്തകമായതിനാൽ നിനക്ക് ആ കഥ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായും പുസ്തകം കിട്ടിയാൽ നീയും അത് വായിക്കണം. നിനക്കത് ഇഷ്ടമാവും. മറ്റു വിശേഷങ്ങൾ പിന്നീട് എഴുതാം. നിന്റെ പ്രിയ കൂട്ടുകാരൻ, വലിയ കൂട്ടുകാരി എഴുതുക. നിങ്ങളുടെ പേര് എഴുതുക. അങ്ങനെ അത് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 6ാമത്തെ പ്രവർത്തനം നോക്കൂ. വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിൽ വിത്തിറക്കുക മനുഷ്യധർമ്മം. ഒരു ബുദ്ധ സന്യാസി വയലിൽ വിത്തിറക്കുന്ന ഒരു കർഷകനെ കണ്ടു. താങ്കൾ എന്തു ചെയ്യുകയാണ്? ഞാൻ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് എന്തു ചെയ്യും? വിത്ത് മുളയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെ വിത്തും മണ്ണും ശ്രദ്ധാപൂർവം പരിചരിക്കും. വിള കൊയ്തിട്ടോ വീണ്ടും വിത്ത് ശേഖരിക്കും. എന്നിട്ടോ വീണ്ടും മണ്ണൊരുക്കി വിത്ത് വിതയ്ക്കും. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ കൃഷി ഇറക്കുന്നത്? അല്ല, മണ്ണിൽ വീണ്ടും വീണ്ടും വിത്തിറക്കുക എന്നാണ് പ്രധാനം. ഭക്ഷണം പിന്നീടേ വരുന്നുള്ളൂ. തായ് നാടോടിക്കഥ. എന്താണ് തായ് നാടോടിക്കഥ? ഈ കഥ ഇഷ്ടമായില്ലേ? കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിലെ ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി ബന്ധപ്പെടുത്തി ഈ കഥയ്ക്ക് വായനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ തായ് നാടോടി കഥയും നിങ്ങളുടെ ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി ബന്ധപ്പെടുത്തി ഈ കഥയ്ക്ക് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു മോഡൽ എന്താണെന്ന് നോക്കാം. മണ്ണിൽ വിത്തിറക്കുക എന്നത് മനുഷ്യ ധർമ്മമാണ് എന്ന ആശയമുള്ള തായ് നാടോടിക്കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബുദ്ധ സന്യാസി ഒരു കർഷകനെ കണ്ട് വിത്തിടുന്നതിലെ കാര്യം അന്വേഷിക്കുകയാണ്. വിത്ത് വിധിച്ചിട്ടത് എന്ത് കാര്യം എന്ന ചോദ്യത്തിന് വിത്തും മണ്ണും പരിചരിക്കുകയാണ് എന്നായിരുന്നു മറുപടി. വിള കൊയ്താൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് വീണ്ടും വിത്ത് ശേഖരിക്കുമെന്നാണ് അയാളുടെ മറുപടി. ഭക്ഷണത്തിന് വേണ്ടിയല്ല കൃഷി ഇറക്കുന്നത് എന്ന ചോദ്യത്തിന് മണ്ണിൽ വീണ്ടും വിത്തിറക്കുകയാണ് പ്രധാനം എന്നായിരുന്നു കർഷകൻ പറഞ്ഞത്. ഭൂമിക്ക് വേണ്ടി, കാലാവസ്ഥയ്ക്ക് വേണ്ടി ഗ്രേറ്റ എന്ന സ്കൂൾ കുട്ടി 2018 സ്റ്റോക്ക്ഹോം നഗരത്തിൽ സമരം ചെയ്ത കഥ പാഠകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അവളോടൊപ്പം ആദ്യം കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു. ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിൽ സമരത്തിന്റെ ചിത്രം പങ്കുവച്ചതോടെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ ആളുകളെത്തി. ഈ കർഷകനും ഭൂമിക്കും വേണ്ടിയാണ് വിത്ത് വിതയ്ക്കുന്നത്. ഈ കർഷകൻ ഭൂമിക്ക് വേണ്ടിയാണ് വിത്തിനും ഭൂമിക്കും അത് ആവശ്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വിത്തിനും ഭൂമിക്കും അത് ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നു. ഇതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ നമ്മുടെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി നമുക്ക് മാറ്റാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.